ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. എല്ലാ വീഡിയോയും കൂടി ഒന്നിച്ചാക്കി ഇട്ടെങ്കിൽ ഭയങ്കര ലോങ് ആയി പോകുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വേറെ വേറെ ആക്കിയിട്ടത്. അപ്പോൾ ഇതിനു മുന്നേ 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെന്തായാലും കാണാത്തവർ പോയിട്ട് കാണണേ. അപ്പം ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡനും അതുപോലെ തന്നെ നമ്മുടെ ലേക്ക് ബോട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഊട്ടി പോയിട്ട് കോട കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് കോട കിട്ടിയ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ട് കോട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്കാണ്, അതാണ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതിലും മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും വ്യൂസ് വളരെ കുറവാണ് കയറുന്നത്. എന്നാലും കാണുന്നവർ കണ്ടോട്ടെ, വ്യൂസ് കയറുന്നത്ര കയറിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ടീ ഫാക്ടറിൻ്റെ അവിടെ വരെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നമ്മൾ നേരെ വന്ന് എന്തായാലും ഈ ഒരു ടൗണിൽ തന്നെയാണ് കേട്ടോ കാണാനുള്ള പകുതി കാര്യങ്ങൾ ഈ ഒരു ടൗണിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ കൂനൂര് അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്, പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അതൊരു അടുത്ത പ്രാവശ്യം സെറ്റാക്കും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 1/4 മണിക്കൂർ ഇങ്ങോട്ട് നടന്നെങ്കിൽ മാത്രമേ എന്തായാലും ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ. കാരണം ചിലപ്പോൾ അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത കാര്യം പറയാം. ഇതെല്ലാം ഇത് നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കാട് പിടിച്ച് കിടക്കുന്ന സാധനല്ലേ. എനിക്ക് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്ത് വന്നപ്പോൾ തോന്നിയത് എന്താ അറിയോ, നമ്മുടെ കാശ്മീരിലുള്ള പഹൽഗാമില്ലേ ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏതോ ഒരു താഴ്വാരത്തെത്തിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ നമ്മളവിടെ വെറുതെ തണുപ്പൊക്കെ കൊണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ഈ ഒരു വ്യൂ ഒക്കെ കണ്ടപ്പം ശരിക്കും ആ പഹൽഗാമാണ് കേട്ടോ ഓർമ്മ വന്നിട്ടുള്ളത്. ഞാനിതുവരെ പഹൽഗാം പോയിട്ടൊന്നുമില്ല, എന്നാലും വീഡിയോസിലൊക്കെ കണ്ട് ആ ഒരു ഫീലാണ് എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും, എന്നാലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും പോവാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി ഊട്ടിയിൽ ഈ സ്ഥലത്തൊക്കെ ഒന്ന് പോകണം കേട്ടോ. ഇവിടുത്തെ ഓരോ മരങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ എത്ര കാലം എത്ര വർഷം പഴക്കം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അത്രത്തോളം പഴക്കമുണ്ട്. ഞാൻ പകുതി വീഡിയോസൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഊട്ടി പോയിട്ട് ഊട്ടിപ്പൂ വാങ്ങിയില്ലെങ്കിൽ പിന്നെ പറയണോ. അങ്ങനെ നമ്മൾ കുറച്ച് ഊട്ടിപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഊട്ടിപ്പൂവ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ പോയിട്ട് 1 മാസമായിട്ടോ. ഇപ്പം അത് ഏകദേശം 1 വർഷത്തോളം വാടാതെ പൊഴിയാതെ നിൽക്കുമെന്നാണ് പറയുന്നത്. അത് പേപ്പറൊന്നുമല്ല, ഒറിജിനൽ പൂവാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഈ ഒരു ലേക്കിലേക്കാണ് കേട്ടോ. അതും നമുക്ക് വീഡിയോ എടുത്ത് പോകാനും മാത്രം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം എത്തുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു ലേക്ക് എത്തി. പിന്നെ നമ്മളെല്ലാവരും കൂടി ടിക്കറ്റ് എടുത്ത് നമ്മൾ 8 പേര് കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 10-11 പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 8 പേര് എന്തായാലും ബോട്ടിങ്ങിന് പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ കുതിരേൻ്റെ മേലെ കയറുന്നത്, ബോട്ടിങ് പോകുന്നത്. ബോട്ടിങ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പേടിയാണ്. കാരണം ഇപ്പം മോനുള്ളത് കൊണ്ടാണോ എന്തോ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പേടിയാണ്. ഞാൻ ഈ ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കുന്നുണ്ടെങ്കിലും ഉള്ളു മൊത്തം പേടിയാണ്. പിന്നെ ഇവർ 2 പേരും കണ്ടോ എന്ത് സ്നേഹത്തിലാണ് ഈ കൈ പിടിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ ഇവരെ കൈ കണ്ടത് കേട്ടോ, ഇത്രയും സ്നേഹത്തോടെ പിടിച്ചിരിക്കുന്നത്. സ്നേഹമാണ്, പക്ഷേ ഇടയ്ക്കൊക്കെ അടി കൂടുമെങ്കിലും കുറച്ച് നേരം സ്നേഹം കുറച്ച് നേരം അടി, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഏട്ടനും അനിയത്തൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ.
പിന്നെ ഈ ബോട്ടിങ്ങിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളും അവിടുത്തെ കൃഷി രീതിയുണ്ട്. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ ഈ തട്ടായി കൃഷി ചെയ്യുന്നതിന് എന്തോ പേരൊക്കെ, ഞാൻ മറന്നുപോയി കേട്ടോ. അങ്ങനത്തെ ടൈപ്പ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ ആകാശവും ആ പച്ചപ്പും ഒക്കെ കൂടെ ഒരു കാണുമ്പോൾ കണ്ണിനൊരു നല്ല രസമാണ് കേട്ടോ, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് എക്സ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ നേരിട്ട് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണുന്നത് നമുക്ക് എന്തായാലും വീഡിയോയിൽ അതിൻ്റെ ഭംഗി എന്തായാലും എൻ്റെ ക്യാമറയും കൊണ്ട് കിട്ടില്ല, ക്യാമറ അല്ല എൻ്റെ ഫോണും കൊണ്ട് കിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഐഫോണിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാമറകളിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി വിഷ്വൽ തന്നെയാണ് ഇത്. സിംഗോ തിരിച്ച് നാട് പിടിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്കാണ് ഈ ഒരു ഷട്ടർ പൊക്കിയിട്ട് മറ്റേ ഏതൊരു ഡാമാണെന്ന് തോന്നുന്നത്, ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ആ ഒരു ഇതും കൂടെ കണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇറങ്ങി വീഡിയോ എടുക്കാറ്. കുറച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ മോനെ ഫുള്ള് കോടയും തണുപ്പും, കോട മാത്രമല്ല കേട്ടോ, ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന പോലെ മേത്ത് വീകുന്നുണ്ടായിരുന്നു, അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു. ഞാനും എൻ്റെ നാത്തൂനും എൻ്റെ അനിയത്തിയും കൂടെ ഇങ്ങനെ കയ്യില്ലാത്തൊക്കെ ഇട്ട് സൊള്ളി പോയെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ അത് നമ്മളൊന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ഡാൻസ് കളിച്ചു. നമ്മൾ പിന്നെ ഫാമിലി ആയിട്ട് ഡാൻസേഴ്സ് ആണല്ലോ, അങ്ങനെ കേട്ടോ. ഡാൻസ് ഒന്നും അറിയില്ല, വെറുതെ കളിക്കുന്നതാണ്. പാട്ട് കേട്ടാൽ എന്തായാലും കുറച്ച് തുള്ളണം, അത്ര തന്നെ. ഇന്ന ഡാൻസ് ഒന്നുമില്ല, കളിക്കാൻ അങ്ങോട്ട്. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഷോർട്സ് കണ്ടവർക്ക് അറിയായിരിക്കും, ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രത്തോളം തന്നെ ഉള്ളൂ. ഊട്ടി പോയൊരു ട്രിപ്പ് ഇതോടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എന്തായാലും ഞാനൊരു കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, 30 മിനിറ്റ് ഇട്ടോ ഞാൻ കണ്ടോളുന്നു. പക്ഷേ എല്ലാവരും അതുപോലെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലക്കായിരുന്നു, എനിക്ക് ഭാഗ്യമായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അതുപോലെ തോന്നാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. ചിലപ്പം എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും, ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇറങ്ങി വരണമെങ്കിൽ ഫോറസ്റ്റ് കൂടെയാണ് കേട്ടോ വരുന്നത്. ആനയും കടുവയും എല്ലാ സംഭവങ്ങളും നീലഗിരി ഹിൽസിൽ കൂടെയാണ് നമുക്ക് ഇറങ്ങി വരേണ്ടത്, നീലഗിരി കൂടെയാണ് കേട്ടോ വരേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിലെത്തുന്ന കാര്യങ്ങളോ, വഴിക്ക് വെച്ച് വണ്ടി പഞ്ചറായിട്ടുണ്ടായിരുന്നു, പഞ്ചറല്ല വണ്ടിക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. 3 മണിക്കൂർ ഞങ്ങൾ വഴി പെട്ട് കിടന്നിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.